നമ്മുടെ മൊബൈൽ ഫോൺ ഇനി ആർക്കും ധൈര്യമായിട്ട് കൊടുക്കുക. അതായത് കുട്ടികളുടെ കയ്യിലാണെങ്കിലും മറ്റുള്ളവരുടെ കയ്യിലാണെങ്കിലും ഒക്കെ നമുക്ക് കൊടുക്കുക. കാരണം നമ്മുടെ മൊബൈൽ ഫോൺ ആർക്കെങ്കിലും കുട്ടികളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ മൊബൈൽ ഫോണിലെ ആപ്പുകൾ എടുത്ത് ഇതുപോലെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോയിടും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടായിരിക്കും നമ്മുടെ ഫോണിൽ വാട്സപ്പ് എവിടെയാണ്, അതുപോലെ ഇൻസ്റ്റഗ്രാം എവിടെയാണ്, ഫേസ്ബുക്ക് എവിടെയാണൊക്കെ അവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഫോണിലെ ഓരോ ആപ്പ് നമ്മൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ സ്ഥലത്തേക്ക് നമ്മുടെ കൈ പോകും. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് വാട്സപ്പ് അതേ സ്ഥലത്ത് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്ത് അവർ ഈ വാട്സപ്പ് എടുത്തതാ ഇതുപോലെ എവിടെയെങ്കിലും കൊണ്ടുപോയിടും. ചിലപ്പോൾ അടുത്ത പേജിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ വാട്സപ്പ് തിരഞ്ഞാൽ കാണില്ല, അത് തിരഞ്ഞ് നടന്ന് ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. അതിൽ വലിയവരുടെ കയ്യിൽ കൊടുത്താലും ചിലപ്പോൾ അവരുടെ കൈയൊക്കെ അറിയാതെ തട്ടിയിട്ടൊക്കെ അത് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആകും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു സെറ്റിങ്സ് ഉണ്ട്. വളരെയായിട്ട് നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട സെറ്റിങ്സാണ്. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ എവിടെയെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് ഇതുപോലെ ഒഴിഞ്ഞ ഭാഗത്ത് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഒരുപാട് ഐക്കണുകൾ കാണും. ബഡ്ജറ്റിൻ്റെ ഐക്കണുകളാണ്. ഏറ്റവും അവസാനത്തിൽ കാണുന്ന സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരെ താഴോട്ട് വരിക. താഴോട്ട് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ലോക്ക് ഹോം സ്ക്രീൻ ലേഔട്ട് എന്നുള്ളൊരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഈ ലോക്ക് ഹോം സ്ക്രീൻ ലേഔട്ട് എന്നുള്ള സെറ്റിങ്സ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത് എനേബിൾ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളൊന്ന് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഇത് ഒന്ന് നോക്കുക. ഇപ്പോൾ നമ്മുടെ ഏത് ആപ്പ് വേണമെങ്കിലും ഒന്ന് ലോങ് പ്രസ് ചെയ്ത് നിങ്ങളൊന്ന് മൂവ് ചെയ്യാൻ നോക്കി. ഇതോടെ മൂവ് ആവില്ല. ഇവിടെ കാണാൻ സാധിക്കും ഹോം സ്ക്രീൻ ലോക്ക്ഡ് എന്ന് കാണാം. ഇവിടെ നമ്മളിത് മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ കാണാം ഹോം സ്ക്രീൻ ലോക്ക്ഡ് എന്ന്. ഞാനിത് ഇവിടെ പിടിച്ച് വാട്സപ്പ് പിടിച്ച് ഇതുപോലെ ഇങ്ങനെ കൊണ്ടുപോകാൻ നോക്കുകയാണ്, നടക്കുന്നില്ല. എനിക്കത് മൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഹോം സ്ക്രീൻ ലോക്ക്ഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫോണിനകത്തുള്ള ഏത് ആപ്പാണെങ്കിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് ഞാനിതാ മൂവ് ചെയ്യാൻ നോക്കുകയാണ്, നടക്കുന്നില്ല. ഹോം സ്ക്രീൻ ലോക്ക്ഡ് എന്ന് എഴുതി കാണിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ ഫോണിലുള്ള ഒരു ആപ്പ് എങ്ങോട്ടും ആർക്കും മൂവ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി വെച്ചിരിക്കുന്ന ആപ്പ് അതാത് സ്ഥലത്ത് തന്നെ ഉണ്ടാകും, എവിടേക്കും പോകില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് ധൈര്യമായിട്ട് ഫോൺ കൊടുക്കുക, ആപ്പുകൾ എങ്ങോട്ടും നീങ്ങില്ല. അപ്പോൾ നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഒരേ സ്ഥലത്ത് വെച്ചിരിക്കുന്ന ആപ്പ് അവിടെ നിന്ന് മൂവ് ആകുകയോ ചലിപ്പിക്കുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. ഫോണിനകത്തുള്ള സെറ്റിങ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.